IPL മാച്ച് നമ്പർ 51 ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഗുജറാത്ത് എത്തുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച് ഹൈദരാബാദ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ഒരു ടിപ്പിക്കൽ ഫ്ലാറ്റ് അഹമ്മദാബാദ് ട്രാക്കായിരുന്നു മത്സരത്തിന് ലഭിച്ചത്. സുദർശൻ ഗിൽ ജോഡി പതിവ് പോലെ തന്നെ ഗംഭീര തുടക്കമായിരുന്നു ടീമിന് കൊടുത്തത്. അസാധ്യ ടൈമിംഗിൽ ഇരുവരും ബാറ്റ് വീശിയപ്പോൾ പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 82 എന്ന നിലയിലായിരുന്നു GT. തൊട്ടടുത്ത ഓവറിൽ സുദർശന് പുറത്തായപ്പോൾ ബട്ട്ലർ വന്ന് അടുത്ത പാർട്ണർഷിപ്പ് ഗുജറാത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി. 224 6 എന്ന നിലയിൽ GT ഇന്നിംഗ്സ് അവസാനിപ്പിച്ചപ്പോൾ മിഡിൽ ഓർഡർ സ്കോർ ചെയ്തത് വെറും 33 റൺസ് മാത്രമായിരുന്നു. ഓൾമോസ്റ്റ് 80% റൺസും സുദർശൻ ഗിൽ ബട്ട്ലർ എന്നിവരാണ് പതിവ് പോലെ തന്നെ ഇന്നലെയും സ്കോർ ചെയ്തത്. എല്ലാ ഗെയിമിലും കറക്റ്റായി ഓപ്പണേഴ്സ് ഒരു നല്ല പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് വെച്ച് പോകുന്നതുകൊണ്ട് മിഡിൽ ഓവേഴ്സിൽ വന്ന് നേരെ അടിക്കാനുള്ള ഫ്രീഡം ബട്ട്ലർക്ക് കിട്ടുന്നുണ്ട്. ഈ സീസണിൽ മിഡിൽ ഓവേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് സ്കോറിംഗ് റേറ്റ് ഉള്ളതും ഇപ്പോൾ GTക്കാണ്. ബട്ട്ലറാണ് ഇതിന്റെ പ്രധാന കാരണവും. ഹൈദരാബാദിനെ നോക്കിയാൽ പവർ പ്ലേയിൽ വന്ന കടന്നാക്രമണത്തിന് ശേഷം SRCന്റെ ടോട്ടൽ കോൺഫിഡൻസും ഇന്നലെ നശിച്ചതുപോലെയാണ് മത്സരത്തിൽ കാണപ്പെട്ടത്. ഡ്രോപ്പ് ക്യാച്ചുകളും മിസ്ഫീൽഡുകളും ലൂസ് ബോളുകളുമായി ഇന്നിംഗ്സ് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നതായിരുന്നു SRCന്റെ ആറ്റിറ്റ്യൂഡ്. ക്യാപ്റ്റനോ ബൗളേഴ്സിനോ കൃത്യമായ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പന്തെറിയാൻ സാധിച്ചില്ല. അതിപ്പോൾ കോച്ചിംഗ് സ്റ്റാഫിനും എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം 2 ടൈം ഔട്ട് കഴിഞ്ഞപ്പോഴും ഒരു വ്യത്യാസവും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹെഡും അഭിഷേകും 10-നടുത്ത് വെച്ച് സ്കോർ ചെയ്ത ഒരു നല്ല സ്റ്റാർട്ടായിരുന്നു SRCന് കൊടുത്തത്. എന്നാൽ 5ാം ഓവറിൽ ഹെഡ് ഔട്ടായതോടെ പിന്നെ അഭിഷേകിനെ മാത്രം ചുറ്റിപ്പറ്റിയായിരുന്നു SRCന്റെ ചേസ് മുന്നോട്ട് പോയത്. 57-1 പവർ പ്ലേയിൽ അവർ. 1 ഡൗൺ ആയി വന്ന ഇഷാൻ കിഷൻ സ്ട്രഗിൾ ചെയ്തത് പെട്ടെന്ന് തന്നെ ആസ്കിംഗ് റേറ്റ് ഉയർത്തുകയും സമ്മർദ്ദം ഹൈദരാബാദിന് മുകളിൽ കൂട്ടുകയും ചെയ്തു. ഇഷാൻ ഔട്ടായി ക്ലാസിന് വന്നപ്പോൾ റാഷിദിനെ അറ്റാക്ക് ചെയ്ത് ഒരു മൂവ് ഓൺ നടത്താൻ അഭിഷേക് ശ്രമിച്ചെങ്കിലും ഉടൻ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിനെ തിരികെ കൊണ്ടുവന്ന GT ഗെയിം അവിടെ ടൈറ്റ് ചെയ്തു. ഒടുവിൽ 15ാം ഓവറിൽ അഭിഷേക് ഔട്ടായതോടെ മത്സരം അവിടെ തന്നെ തീരുകയാണ് ചെയ്തത്. ക്രീസിൽ അഭിഷേക് ഉണ്ടായിരുന്നപ്പോഴും ആസ്കിംഗ് റേറ്റ് 14 മുകളിലായിരുന്നു. ഗുജറാത്തിനെ നോക്കിയാൽ അവരുടെ ഇൻഫോം ഫാസ്റ്റ് ബോളേഴ്സാണ് മത്സരത്തിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. കൃഷ്ണ, കോറ്റ്സെ തുടങ്ങി 2 പേരും ഹാർഡ് ലെങ്ത്തുകൾ തന്നെ യൂസ് ചെയ്തപ്പോൾ 8 ഓവറിൽ വെറും 55 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റാണ് ഇവർ വീഴ്ത്തിയത്. മിഡിൽ ഓവേഴ്സിൽ 2 ടീമും തമ്മിലുള്ള വ്യത്യാസവും ഇതുതന്നെയായിരുന്നു. സായ് കിഷോറിനെ പോലെ ഒരു സ്പിന്നർ ഇശാന്തിന് പരിക്ക് പറ്റിയപ്പോൾ വെറും 4 പന്ത് എറിയാൻ മാത്രമായിരുന്നു ഇന്നലെ മത്സരത്തിൽ വന്നത്. സുന്ദർ എറിഞ്ഞത് വെറും 1 ഓവറും. GT എന്ന ടീമിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് എത്ര ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഇത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിജയത്തോടെ ഗുജറാത്ത് 14 പോയിന്റുമായി 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. SRC 98% എലിമിനേഷന്റെ വക്കിലും എത്തിയിട്ടുണ്ട്. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 224 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 156 നേടാൻ മാത്രമേ ഹൈദരാബാദിന് സാധിച്ചുള്ളൂ.